ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി കണ്ടിട്ടില്ലേ, കുറേ നാളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ എന്തൊക്കെയായി ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ കിച്ചുകൊണ്ടെങ്കിൽ സ്കൂളിൽ പോകട്ടോ. അപ്പോൾ എന്താ കിച്ചുകുട്ടൻ്റെ സ്കൂളിൽ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ ആയിരുന്നു. ഇന്നലെയാണ് ക്രിസ്മസ് പ്രോഗ്രാം. പക്ഷേ പ്രോഗ്രാമിൽ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഫുഡൊക്കെ അവിടുന്ന് കഴിക്കണം. അപ്പോൾ അവന് ഫുഡൊന്നും അവിടുന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ ഇന്ന് പോയിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ എല്ലാം നല്ല ഒരുക്കി അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നല്ല പുൽക്കുടിലൊക്കെ നല്ലതായിട്ട് കുട്ടികളും അടുത്ത കുട്ടികളും അതുപോലെ ടീച്ചർമാരൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് പുൽക്കുടിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, യേശുക്രിസ്തു, ഉണ്ണിയേശുവും കണ്ടില്ലേ, ജോസഫും മറിയും എല്ലാവരും ഉണ്ട്. നല്ലതായിട്ട് പുൽക്കുടിൽ നന്നായിട്ട് ഒരുക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് ഞാൻ കേട്ടോ. ഇന്നലെ പോകാൻ പറ്റും, നല്ല പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിച്ചപ്പോൾ സാറിനോട് ചോദിച്ചപ്പം പറഞ്ഞു നല്ല പരിപാടിയൊക്കെ ആയിരുന്നു, ഒത്തിരി ഡാൻസും പിള്ളേരുടെ പ്രോഗ്രാമും ഒക്കെ നന്നായിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കിച്ചുകുട്ടൻ ഫിസിയോതെറാപ്പിക്ക് വന്നതാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് കഴിഞ്ഞതാണ് അവിടെ ഇരിക്കണം, അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവന് ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് സ്കൂളിൽ നിന്ന് പോയപ്പോൾ ചുമന്ന ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയത്, തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. അതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് അങ്ങോട്ട് മൂടില്ല, ആളങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ഞാൻ ചിരിപ്പിക്കാനൊക്കെ കുറച്ച് നോക്കി, പക്ഷേ ആളത്ര ഇങ്ങോട്ട് എൻജോയ് ചെയ്തില്ല കേട്ടോ. കാരണം ആ ഫിസിയോതെറാപ്പി അറിയാമല്ലോ, എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കാണും. പിന്നെ ഇപ്പോഴത്തെ ചൂടില്ല, എന്തൊരു ചൂടാണ്, ഭയങ്കര ചൂട്. അത് അവനൊട്ടും ചൂടൊന്നും സഹിക്കത്തില്ല. അങ്ങ് വിയർത്തങ്ങോലേക്ക് വരുമ്പോഴത്തേക്ക് സത്യത്തിൽ വന്ന് വീട്ടിനകത്തോട്ട് കയറ്റി ഫാനൊക്കെ ഇട്ടിരുത്തുമ്പോൾ അവന് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവന്ന ദിവസം ഒരു ക്ഷീണം പോലെയുണ്ട് അവന്. അതുകൊണ്ട് അത്ര അങ്ങോട്ട് സന്തോഷമായില്ല. എന്നാലും ഞാൻ കുറച്ച് ചിരിപ്പിക്കാനൊക്കെ നോക്കി, ചിരി മാറി അതോടെ ചുമയായിട്ട് മാറി. തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറച്ച് അവനെ ചിരിക്കുന്നതൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. കുഴപ്പമില്ല, നല്ല ഹാപ്പിയാണ്, മുഖമൊക്കെ നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുമല്ലോ അല്ലേ, എത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയത് അല്ലേ. കഴിഞ്ഞ ന്യൂ ഇയർ ഇതാന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ പോലെ തോന്നില്ല, എത്ര പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞു. നമുക്കിവിടെ പിന്നെ ക്രിസ്മസിന് പ്രോഗ്രാംസൊന്നുമില്ല, പക്ഷേ ന്യൂ ഇയറിന് തലേദിവസം നമുക്കിവിടെ സെലിബ്രേഷൻസൊക്കെ ഉണ്ട്. പിന്നെ ന്യൂ ഇയർ നമുക്ക് എന്താ പറയുക, ന്യൂ ഇയറിൻ്റെ തലേദിവസം 31 പറയുന്നത് നമ്മൾ ആഘോഷത്തിൻ്റെ ദിവസമല്ലേ, എല്ലാ വർഷവും. അന്ന് വിനായകൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനൊരു ഭാഗ്യം അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മളെ വക ഇവിടെ ഒരു സെലിബ്രേഷനുണ്ട്. പിന്നെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ എല്ലാം കൂടെ 31-ാം തീയതി നമ്മളങ്ങ് അടിച്ച് പൊളിക്കാൻ ഉദ്ദേശിക്കുകയാണ്. Happy Christmas, Happy Christmas, Happy New Year, Happy New Year, Happy New Year. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടത് മറ്റേ ഐ ലവ് യു ഡിസംബർ എന്നുള്ള പാട്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം നമ്മൾ വീഡിയോയിൽ അതിൻ്റെ പാട്ട് വരുത്താൻ പറ്റത്തില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് പാട്ടത് സൈലൻ്റ് ആക്കിയിരിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇതൊരാൾ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഞാൻ തൊപ്പിയൊക്കെ വെച്ചൊരു ഹാപ്പി ക്രിസ്മസ് പറയാനൊക്കെ പറഞ്ഞതാണ്. അത്രയൊക്കെ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അതായത് മുഖത്ത് അത്ര അപ്പോൾ എല്ലാവർക്കും കിച്ചൂസ് കുടുംബത്തിൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ, സീ യു.